പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു യാത്രയുടെ വീഡിയോസാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് വരാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ 5 ഫാമിലിയാണ്. നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഒരു യാത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒരു 4:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 വണ്ടിയിലായിട്ടാണ് നമ്മുടെ യാത്ര. നേരെ വന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കാണ്. അധികം തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ തൊഴുവാനും പറ്റി. തൊഴുതിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. തിരുമലക്കോവിൽ പോകാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള യാത്ര. ഇനി അങ്ങോട്ട് കുറേ സമയം ഇതുപോലെ കാടിൻ്റെ നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. ഇനി നമ്മുടെ യാത്ര ചെമ്പനരുവി എന്ന് പറയുന്നൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. നേരെ അങ്ങോട്ടേക്കാണ്. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. പുനലൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണിത്. ഇവിടെ എത്തിയിട്ടുണ്ട്. അധികം തിരക്കൊന്നുമില്ല. നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്നടുത്ത് ചോദിച്ചു വെള്ളച്ചാട്ടത്തെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് മുന്നോട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആ വണ്ടി നിർത്തിയ സൈഡിലൊരു വെള്ളച്ചാട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. കുറച്ച് ദൂരം ചെന്നിട്ടും അവിടെയൊന്നും കണ്ടില്ല. അതുമാത്രമല്ല വണ്ടിയൊന്നും അധികം ഇറങ്ങിപ്പോകാത്ത ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ഈ ഒരു ഇടത്ത് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. മുസ്ലിം പള്ളിയും കുറേ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ കാണുന്ന റബ്ബറും കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അവിടെ നിന്നവർ പറഞ്ഞത്. നമ്മൾ അവിടേക്ക് വന്ന സമയത്ത് കണ്ടത് ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തും കാണുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്കിൽ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേര് തിരിച്ചങ്ങ് പോയി. അപ്പോൾ നമുക്കൊരാകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് അവിടെ നിന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഈ ഒരു ഹൈറ്റിൽ നിന്നുള്ള വെള്ളം വീഴുന്നത് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ എവിടെയോ അതുമല്ല, അവിടെ നിൽക്കുമ്പോൾ നല്ല വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഈ വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ ഹൈറ്റിൽ നിന്ന് വീഴുന്നതിൻ്റെ. അപ്പോൾ 1-2 പേര് മുന്നോട്ട് നടന്നിട്ട് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ നമ്മളും അവരെ കൂടെ അങ്ങോട്ട് പോയി. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ദൂരത്ത് നിന്ന് നമുക്കിതേ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഈ ഒരു കാടിനുള്ളിൽ ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ തെറ്റലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു താഴേക്കുള്ള വഴി കൂടെയാണ് അപ്പുറത്തെ സൈഡിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാറക്കെട്ട് അടുക്കി വെച്ചതിൻ്റെ അത്രയും ഭാഗത്തേ നമുക്ക് നിൽക്കാനായിട്ട് പറ്റൂ, അധികം ഉള്ളിലേക്ക് പോകാനൊന്നും പറ്റില്ല. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നേ. മക്കൾക്കും ഞങ്ങൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് അച്ചൻകോവിൽ അമ്പലത്തിലേക്കാണ്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ തൊഴുവാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി കാപ്പിയൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. കുറേ സമയം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ചയും നമ്മുടെ കണ്ണിൽ പെട്ടത്. എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മളിവിടെ ഇറങ്ങി. റോഡിന് കുറുകെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. നല്ല തണുപ്പാണ്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ നമ്മൾ കുറേ സമയം ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് അവിടെയും നമ്മൾ കുറച്ച് സമയം നിന്നതിന് ശേഷമാണ് തിരികെ പോരുന്നത്. അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെയാണ്, കുമ്പാവുരുട്ടി വാട്ടർഫോൾസ്. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ വന്ന് പാസ്സൊക്കെ എടുത്തു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് ദൂരം നടക്കണം അങ്ങെത്താനായിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറി നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ മക്കൾ മാത്രം ഇറങ്ങി, കൂടുതൽ 2 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേഡീസ് ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാണ് വീണ്ടും യാത്ര തുടർന്നത്. ഇനി നമ്മൾ പോകുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. മേക്കര വില്ലേജാണ് കേട്ടോ ഇത്. ഇവിടേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നേ. ആ ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ നിന്നിട്ട്.